മൊത്തോലിക്ക് സമീപത്തായിട്ട്, മൊത്തോലി ബെർലിനൊക്കെ സമീപത്തായിട്ട്, അതുപോലെ മെഡിസിറ്റിക്ക് അടുത്ത് വരുന്ന രീതിയിൽ ഒരു അടിപൊളി വീട് ഇവിടെ പണി പൂർത്തിയായി കിടപ്പുണ്ട്. 15 സെന്റ് സ്ഥലത്തില് 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട്, മുറ്റമൊക്കെ സ്റ്റോണൊക്കെ ഇട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ കാണാം ഭായിമാരൊക്കെ വന്ന് നിന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സ്റ്റോണിനിടയ്ക്കൂടെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറ്റത്തൊരു 5-6 വണ്ടി കയറ്റിയിടാനായിട്ടൊക്കെ നല്ല സൗകര്യപ്രദമായ നല്ല മുറ്റം. അങ്ങനെയുള്ള ഈ മുത്തോലിക്ക് സമീപത്ത് പണി പൂർത്തിയായി കിടക്കുന്ന ഈ കിടക്കാച്ചി വീട് 15 സെന്റ് സ്ഥലത്തിലാണ്. ആ 15 സെന്റ് സ്ഥലവും 2250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോയിലൂടെ ഇഷ്ടമായാൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വീട് ഇഷ്ടമാണെങ്കിൽ വില നെഗോഷ്യബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപ. 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ 3 അറ്റാച്ചഡും 1 കോമൺ ടോയ്ലറ്റുമാണ്. അപ്പോൾ 4 ബെഡ്റൂമും 4 ടോയ്ലറ്റും കിച്ചണൊക്കെ വളരെ മനോഹരമായിട്ട് തടി കൊണ്ട് ചെയ്തിരിക്കുന്ന കബോർഡുകളോടുകൂടി മനോഹരമാക്കി എടുത്തിരിക്കുന്ന ഈ വീടും സ്ഥലവും കൂടി അപ്പോൾ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം പോയാലോ. സംസാരിച്ച് വന്ന് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട്. മനോഹരമായ ഈ സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ നല്ല വെള്ളം ജലലഭ്യതയുള്ള ഒരു മേഖലയിലാണ് ഈ കിണറും വന്നിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ സൈഡ് വാളാണ് കാണുന്നത്. മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് കാണുന്നത്. റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. നമുക്ക് സൈഡ് വഴി വീണ്ടും ഫ്രണ്ട് വ്യൂവിലേക്കൊന്ന് പോകാം. ഫ്രണ്ട് വ്യൂവിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഭായിമാർ ചെയ്യുന്ന പണികൾ നമുക്ക് കാണാം. അവർ ഈ സൈഡ് വഴി വെച്ചിരിക്കുന്നതെല്ലാം നാച്ചുറലായിട്ടുള്ള ഗ്രാസും ഈ സ്റ്റോണിനിടയ്ക്കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ്. സ്റ്റോണിനിടയ്ക്കൂടെ നാച്ചുറൽ ഗ്രാസ് വെക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അധികം കാലം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോണിനിടയ്ക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അല്ലാതെ സൈഡ് വഴി കാണുന്നതെല്ലാം നാച്ചുറൽ ഗ്രാസുമാണ്. പബിൾസാണ് വീടിൻ്റെ ഫ്രണ്ട് വശം മുഴുവൻ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ട് ഡോറൊക്കെ കാണാം. നല്ല തേക്കൻ തടി കൊണ്ടുള്ള നല്ല ഡബിൾ പാളി ഡോറ്, നല്ല കൊത്തുപണികളോടുകൂടി വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടും സ്ഥലവും കൂടിയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുക. 2250 സ്ക്വയർ ഫീറ്റുള്ള വീട്. ഒരു സൈഡിൽ ചാരി ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് സ്വീകരണമുറിയിൽ തന്നെ കയറുമ്പോൾ തന്നെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകളെല്ലാം കൊടുത്തുകൊണ്ട് നല്ല ക്യൂട്ടാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ പോയി കഴിയുമ്പോഴും ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഒരു പബിൾസൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എടുത്തിരിക്കുന്നു. ഇത് തേക്കിൻ തടി കൊണ്ടുള്ള ഡോറാണ്. അകത്തെ ബെഡ്റൂമിനകത്തേക്കൊക്കെ കയറുന്നതും ഈ ജനൽപ്പാളികളൊക്കെ അതിമനോഹരവും ക്യൂട്ടുമായിട്ടുള്ള രീതിയിലുള്ള ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക. എല്ലാ ബെഡ്റൂമിലും ഒരു ഫാനുണ്ട്, ഒരു ഫാൻസി ലൈറ്റുണ്ട്, ട്യൂബ് ലൈറ്റുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകളുണ്ട്. അതെല്ലാം തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകളാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റെല്ലാം നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള നല്ല ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. ജോൺസൺ അതുപോലെയുള്ള നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കണ്ടു. സ്വീകരണമുറിയോട് സമീപത്ത് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ വീണ്ടും സ്വീകരണമുറിയിലെത്തി. വളരെ നല്ല ഡിസൈനുകളോടുകൂടി നല്ല പിക്ചറുകളോടുകൂടിയൊക്കെയുള്ള നല്ല ടെക്സ്ചർ വർക്കുകൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാം. ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഓപ്പൺ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. അതും തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്.
ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, പകരം ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഡൈനിങ് ഹാൾ എത്ര വലിപ്പമുള്ള ഡൈനിങ് ഹാളും എത്ര മനോഹരമാക്കി ചെയ്തിരിക്കുന്നു എന്നും നമുക്ക് കാണാം. ഇവിടെയാണ് കോമൺ വാഷ് ഏരിയ. വാഷ് ഏരിയയ്ക്ക് സമീപത്ത് തന്നെയാണ് കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുക. പാല ടൗണിന് സമീപത്ത് തന്നെയാണ്. ടൗണിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ദൂരത്തോളം പോയി കഴിയുമ്പോൾ മുത്തോലി ബ്രില്യൻ്റ് കോളേജിൽ നിന്നും ഏകദേശം ഒരു 700-800 മീറ്റർ ദൂരം മാറിയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ രൂപക്കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡും കാര്യങ്ങളും എല്ലാം കൂടെ കൂടിയാണ് രൂപക്കോഡ് സെറ്റ് ചെയ്തിരിക്കുക. രൂപക്കോടിൻ്റെ മേൽഭാഗത്തും അതുപോലെയൊക്കെ ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ് ഈ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ കണക്ഷൻ, ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധാരണ നമ്മൾ അപ്പുറത്തെ റൂമുകളൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ള ഫിറ്റിങ്സുകളുണ്ട്. നല്ല മോഡേൺ ആയിട്ട്, എന്നാൽ നല്ല ക്യൂട്ടായിട്ട്, നല്ല ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു രാജകീയ പ്രൗഢി തോന്നുന്ന രീതിയിലുള്ള നല്ല ഒരു വീടാണ് ഇവിടെ. വളരെ ശാന്തമായ റെസിഡൻഷ്യൽ മേഖലയാണ്. ടൗൺഷിപ്പുകളെല്ലാം അടുത്തുണ്ട്. ചെറുപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് ഒരു 2.5-3 കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ അത്രയും അടുത്താണ് ചെറുപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഈ വീടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് വേണ്ട ഹോസ്പിറ്റലിലേക്ക് എത്താൻ. ഇവിടുന്ന് പല വഴികൾ, ഷോർട്ട് കട്ട് വഴികളൊക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ 5 മിനിറ്റ് പോലും വേണ്ട ഹോസ്പിറ്റലിലെത്താൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിരിക്കുക. പാലാ ടൗണിലേക്കുള്ള ദൂരം പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് പാലായിൽ നിന്ന് ഈ വീടിരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് നമുക്ക് പള്ളിക്കത്തോട്, കോട്ടയം പോകുവാനൊക്കെ ആയിട്ട്, കൊടുങ്ങൂർ, അതുപോലെ മണർകാട് അങ്ങോട്ടേക്കൊക്കെ പോകുവാനായിട്ട് സൗകര്യമാണ്. അതുപോലെ തന്നെ പൊൻകുന്നം സൈഡിലേക്ക് പോകുവാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ആണ്. പൊൻകുന്നം സൈഡിലേക്ക്, കട്ടപ്പന, ഇടുക്കി ഭാഗത്തേക്ക്, കുട്ടിക്കാനം, പിരിമേട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ഉണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ നമുക്ക് കോട്ടയം, കുറവലങ്ങാട്, അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുവാനൊക്കെ ആയിട്ടൊക്കെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് വന്നിരിക്കുക. നമുക്ക് 4 ബെഡ്റൂം നമ്മൾ കണ്ടു. ഇവിടെ ഒരു ഡോറ് തുറന്നിട്ടിട്ടുണ്ട്. ഇവിടെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ്റെ ഷർട്ടൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട്, ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ സിറ്റ് ഔട്ട് കണ്ടിരുന്നു. വലുപ്പമുള്ള നല്ലൊരു സിറ്റ് ഔട്ടാണിത്. ഒരു കോർട്ട്യാർഡൊക്കെ ആക്കി നല്ലൊരു ഊഞ്ഞാലൊക്കെ ഇട്ട്, അതുപോലെ തന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരുന്ന് പത്രം വായിക്കുവാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു സിറ്റ് ഔട്ടാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുക. നല്ല വലിപ്പവും നല്ല കബോർഡ് വർക്കുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ കിച്ചൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. മൊത്തം ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ, അങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ട് ഈ കിച്ചൺ വളരെ മനോഹരമാക്കി എടുത്തിരിക്കുന്നു. ഇവിടെ വർക്ക് ഏരിയയും ഉണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങാം. കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള പോയിൻ്റ്. ഇവിടെയാണ് ഡോറ്, ഇവിടെയാണ് വന്നിരിക്കുക. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, പുകയില്ലാത്ത അടുപ്പ്, അങ്ങനെയെല്ലാം കൊണ്ടും നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ വീടിൻ്റെ അകത്തോടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ, വീടും സ്ഥലവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ എന്നും പുതിയ പുതിയ വീടുകളുടെ ഒരു വലിയ ശേഖരവുമായിട്ടാണ് മീനച്ചിൽ ഹോംസ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 2000-ലധികം വീടുകളുടെ വീഡിയോസ് ആഡ് ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ വഴി റിയൽ എസ്റ്റേറ്റ് ചെയ്തു തുടങ്ങിയ മീനച്ചിൽ ഹോംസിനെ ഇന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൽ ഒത്തിരി നന്ദി.